സത്യം പറഞ്ഞാൽ ഇത് മനഃപൂർവ്വം, അതായത് ട്രോളിന് വേണ്ടി തന്നെ. അല്ലെങ്കിൽ ഒന്നെങ്കിൽ എനിക്ക് 25 വയസ്സാണല്ലോ, അപ്പം 25 വയസ്സുകാരിക്ക് ഒന്നും അറിയില്ല, അല്ലെങ്കിൽ ഞാൻ വിഡ്ഢിത്തമാണ് പറയുന്നതെന്ന് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി മനഃപൂർവ്വം ഉണ്ടാക്കുന്നതാണ് എന്നാണ് എൻ്റെ വിശ്വാസം. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞതൊക്കെ സത്യമാണ്. ഇപ്പോൾ ഞാൻ സത്യം പറഞ്ഞത് ട്രോളായി വന്നു എന്ന് ഞാൻ അറിയുന്നത് ഇന്നലെ ഒരു ചാനലിന് കൊടുത്ത ഇന്റർവ്യൂവിൽ അവരെന്നോട് ചോദിച്ചപ്പോഴാണ് ഇതും ട്രോളായോ, ഇതിനപ്പം എന്താ, ഇതിനകത്ത് ഇത്ര ട്രോളാവാൻ എന്താന്നുള്ളത് ഞാൻ ആലോചിച്ചത്. അതിനകത്ത് പറഞ്ഞ കാര്യം, ഞാൻ മറ്റേ KSRTC ബസ്സുകളുടെ പടികളുടെ വീതി കൂട്ടിയ കാര്യം പറഞ്ഞിരുന്നു. അത് കേന്ദ്ര സർക്കാരിൻ്റെ, അതായത് കുറേ കാര്യങ്ങൾ പറഞ്ഞു വന്ന കൂട്ടത്തിൽ അതും കേന്ദ്ര സർക്കാരിൻ്റെ എന്നുള്ള ഇതിൽ ഞാൻ പറഞ്ഞു. അത് എന്താ അത്ര പോലും വിവരമില്ലേ എനിക്ക്, അതായത് അത് KB ഗണേഷ് കുമാർ സാറാണല്ലോ അത് കൊണ്ടുവന്നത് എന്നുള്ള രീതിയിലാണ് ട്രോളുകൾ. ആ ഒരു രീതിയിലാണ് എനിക്ക് തോന്നുന്നു കുറേ സെലിബ്രിറ്റീസും ഒക്കെ അതെടുത്തിട്ട് ട്രോൾ ആക്കിയിട്ടുണ്ട്. അപ്പോൾ അവരോടൊക്കെ എനിക്ക് പറയാനുള്ളത്, ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം അതിവിടെ ചെയ്തത് KB ഗണേഷ് കുമാർ സാറാണ്, ഞാനത് എവിടെയും തിരസ്കരിച്ചിട്ടില്ല, അതങ്ങനെ തന്നെയാണ്. പക്ഷേ ഞാൻ പറഞ്ഞ കാര്യം, ഈ നിയമാവലി, അതായത് KSRTC ബസ്സുകളുടെ പടികളുടെ വീതി കൂട്ടുക അല്ലെങ്കിൽ ഹൈറ്റ്, നിലത്ത് നിന്നുള്ള ഹൈറ്റ് കുറയ്ക്കുക, ഇതൊക്കെ കേന്ദ്ര സർക്കാരിൻ്റെ മാനദണ്ഡത്തിലുള്ളതാണ്.